Teratology and teratogenic agents. Teratology is the branch of biology which deals with the study about developmental defects. ഡെവലപ്മെൻ്റൽ ഡിഫക്ട്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ടെറാട്ടോളജി. ഡെവലപ്മെൻ്റൽ ഡിഫക്ട്സ് ഉണ്ടാക്കുന്ന ഏജൻസിന് പറയുന്ന പേരാണ് ടെറാട്ടോജീനിക് ഏജൻസ്. അപ്പോൾ ഈ സെഷനിൽ ടെറാട്ടോളജിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, ടെറാട്ടോളജി ഈസ് ദ സ്റ്റഡി അബൌട്ട് ഹ്യൂമൻ ഡെവലപ്മെൻ്റൽ ഡിഫക്ട്സ്. Teratology is the science dealing with the causes, mechanisms and manifestations of developmental abnormalities. പലതരത്തിലുള്ള ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്. ഇവിടെ കുറേ കുട്ടികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചിത്രങ്ങളിലെല്ലാം ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റീസ് ഉള്ള കുട്ടികളെയാണ് കാണിച്ചിരിക്കുന്നത്. ക്ലഫ്റ്റ് പലേറ്റ്, ക്ലബ് ഫുട്ട്, സ്പൈന ബൈഫിഡ, ഇതുപോലുള്ള കണ്ടീഷൻസ്. ഇങ്ങനെയുള്ള ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഏജൻസിൻ്റെ ആക്ഷൻസിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റിയുടെ സീക്വൻസ് എന്താണ്, മെക്കാനിസം എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ടെറാട്ടോളജി. ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. ദാറ്റ് മീൻസ് ഇറ്റ് യൂസസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എംബ്രിയോളജി ആൻഡ് പാത്തോളജി. എംബ്രിയോളജിയുടെയും പാത്തോളജിയുടെയും പ്രിൻസിപ്പിൾസ് ക്ലബ് ചെയ്താണ് ടെറാട്ടോളജി എന്ന് പറയുന്ന ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. ടെറാട്ടോജെനസിസ് ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റീസ്. പലതരത്തിലുള്ള ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ടെറാട്ടോജെനസിസ്. ഈ ടെറാട്ടോജെനസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഏജൻസിന് പറയുന്ന പേരാണ്, ഓർ ദ ഏജൻസ് ദാറ്റ് കോസ് ടെറാട്ടോജെനസിസ് ആർ കോൾഡ് ടെറാട്ടോജൻസ് ഓർ ടെറാട്ടോജീനിക് ഏജൻസ്. പലതരത്തിലുള്ള ഏജൻസിന് ടെറാട്ടോജൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഡെവലപ്മെൻ്റൽ ഡിഫക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. ടെറാട്ടോജീനിക് ഏജൻസിനെ രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ജനറ്റിക് ആൻഡ് നോൺ ജനറ്റിക് ടെറാട്ടോജൻസ്. ജനറ്റിക് ടെറാട്ടോജൻസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അത് DNA-ക്കകത്ത് ഡാമേജ് ഉണ്ടാക്കും, മ്യൂട്ടേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നോൺ ജനറ്റിക് ടെറാട്ടോജൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവയുടെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനറ്റിക് മെക്കാനിസം വഴി ആയിരിക്കത്തില്ല. അവ ഒരിക്കലും DNA-ക്കകത്ത് മ്യൂട്ടേഷൻസോ അതുപോലുള്ള അബറേഷൻസോ ഒന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല. വേറെ പല മെക്കാനിസംസ് വഴിയായിരിക്കും അവ ആക്ട് ചെയ്യുന്നത്. ദെൻ സ്റ്റേജസ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെറാട്ടോജെനസിസ്. ഡെവലപ്മെൻ്റൽ ഡിഫക്ട്സ് ഏത് ഡെവലപ്മെൻ്റൽ സ്റ്റേജിലാണ് ടെറാട്ടോജനുമായിട്ട് എംബ്രിയോ എക്സ്പോസ്ഡ് ആകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസും ഉണ്ടാകാൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേജസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ തന്നെ ഈ പെർസ്പെക്റ്റീവിൽ, ടെറാട്ടോജെനസിസിൻ്റെ പെർസ്പെക്റ്റീവിൽ 3 സ്റ്റേജുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓരോ സ്റ്റേജിൻ്റെയും റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് ഇരിക്കും. ആദ്യത്തെ സ്റ്റേജാണ് ഇംപ്ലാന്റേഷൻ സ്റ്റേജ്. ഏറ്റവും ഏർലി സ്റ്റേജാണ്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ക്ലീവേജ് ഒക്കെ നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് യൂട്രൈൻ വോളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ ടൈം പീരീഡിനെയാണ് ഇംപ്ലാന്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 വീക്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ആ കാലയളവാണ് ഇംപ്ലാന്റേഷൻ സ്റ്റേജ്. ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ടെറാട്ടോജെനസിസ് നടക്കുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ടെറാട്ടോജീനിക് ഏജൻസ് ടെറാട്ടോജനുമായിട്ട് എംബ്രിയോ എക്സ്പോസ്ഡ് ആകുകയാണെങ്കിൽ, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് ദാറ്റ് എംബ്രിയോ ലോസ് ഉണ്ടാവും. ഇനി അടുത്ത സ്റ്റേജാണ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് 3rd to 8th വീക്ക് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. ഈ സ്റ്റേജ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജാണ്. ഹൈ റിസ്ക് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ സെൽ ഡിഫറൻസിയേഷൻ, ഓർഗനോജെനസിസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റഡ് ആകുന്ന സ്റ്റേജാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടെറാട്ടോജെനസിസ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെറാട്ടോജന് എക്സ്പോസ്ഡ് ആകുകയാണെങ്കിൽ പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസും ഉണ്ടാവും. ഇനി അടുത്തതാണ് ഫീറ്റൽ പീരീഡ്. അതായത് എംബ്രിയോണിക് പീരീഡ് കഴിഞ്ഞ് വരുന്ന സ്റ്റേജാണ് ഫീറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. 9th വീക്ക് ടു ടിൽ ദ ബർത്ത്. പാർച്ചുറേഷൻ നടക്കുന്നത് വരെ, ഗസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന
ആ ഫുൾ ടേം വരെയുള്ള പീരീഡിനെയാണ് ഫീറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ഏറ്റവും റിസ്കിൽ വരുന്നത്. ഈ സമയത്ത് ടെറാട്ടോജൻസിന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബ്രെയിന്, സ്പൈനൽ കോഡ് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റീസ് ഡെവലപ്പ് ചെയ്യും. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടെറാട്ടോജെനസിസ്. ടെറാട്ടോജെനസിസിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സിൻ്റെ ഇനീസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. ഒന്നാമത്തേതാണ് സ്റ്റേജ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഏത് സ്റ്റേജിലാണ് ടെറാട്ടോജനുമായിട്ട് എംബ്രിയോ എക്സ്പോസ്ഡ് ആകുന്നത്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ സ്റ്റേജസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ 3 സ്റ്റേജുകളാണ്: ഇംപ്ലാന്റേഷൻ സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജ്, ദെൻ ഫീറ്റൽ സ്റ്റേജ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടെറാട്ടോജെനസിസ് നടക്കുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. ദെൻ ദ ടൈപ്പ് ഓഫ് ഓർഗൻ എക്സ്പോസ്ഡ്. ഏത് ഓർഗനാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടിഷ്യൂ ആണ്, സെല്ലാണ് ടെറാട്ടോജനുമായിട്ട് എക്സ്പോസ്ഡ് ആകുന്നത്, അതും ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റിയെ വളരെയധികം, അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം അഫക്റ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ജനറ്റിക് ഫാക്ടേഴ്സ്. ചില ജീനോടൈപ്സ് ഒരു പർട്ടിക്കുലർ ടെറാട്ടോജനിന് എഗൻസ്റ്റ് ആയിട്ട് കൂടുതൽ ടെറാട്ടോജെനസിസ് കാണിക്കും, കൂടുതൽ അതിന് സസെപ്റ്റബിൾ ആയിരിക്കും. ചില ജീനോടൈപ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. ആ സെയിം ടെറാട്ടോജനിന് തന്നെ അതിൻ്റെ സസെപ്റ്റബിലിറ്റി, അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അബ്നോർമാലിറ്റി ജനറേഷൻ എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പം ജനറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും ടെറാട്ടോജെനസിസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ചിലരുടെ ജനറ്റിക് മേക്കപ്പ് ഈ ടെറാട്ടോജെനസിസിന് സസെപ്റ്റബിൾ ആണ്. പിന്നെ അടുത്ത ഫാക്ടറാണ് ഡോസ് ഓഫ് ദ ടെറാട്ടോജൻ. എത്രമാത്രം ടെറാട്ടോജൻ ഡോസുമായിട്ടാണ് എക്സ്പോസ്ഡ് ആകുന്നത്, ഇതും വലിയൊരു ക്രൈറ്റീരിയ ആണ്. കൂടുതൽ ഡോസുമായിട്ടാണ് എക്സ്പോസ്ഡ് ആകുന്നത് എങ്കിൽ ടെറാട്ടോജെനസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഡോസേജ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് താഴേക്ക് എത്ര ഡോസ് വന്നാൽ പോലും ടെറാട്ടോജെനസിസ് ഇനീഷ്യേറ്റഡ് ആകത്തില്ല. അതിന് മുകളിൽ പോയാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ടെറാട്ടോജെനസിസ് സംഭവിക്കും. ഇനി നമുക്ക് പലതരത്തിലുള്ള ടെറാട്ടോജൻസിനെ മനസ്സിലാക്കി എടുക്കാം. ഈ ടെറാട്ടോജൻസിൻ്റെ അല്ലെങ്കിൽ ടെറാട്ടോജീനിക് ഏജൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദേ ക്യാൻ ക്രോസ് പ്ലാസെൻ്റൽ ബാരിയർ. പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യാതെ ഒരിക്കലും ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിന് അബ്നോർമാലിറ്റി ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതായത് മദർ എക്സ്പോസ്ഡ് ആകുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. മദർ ആയിരിക്കും ആക്ച്വലി ഈ ടെറാട്ടോജീനിക് ഏജൻറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആകുന്നത്. മദറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിലേക്ക് പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്ത് ഈ ടെറാട്ടോജൻ എത്തുന്നു, അതിൻ്റെ എഫക്റ്റ് ഫീറ്റസിൽ ഉണ്ടാക്കുന്നു. ഫീറ്റസിൽ എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ആണ്, മാൽഫോർമേഷൻസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ മാൽഫോർമേഷൻസ്. ടൈപ്സ് നമുക്ക് നോക്കാം. അയണൈസിങ് റേഡിയേഷൻസ്, ഇൻഫെക്ഷൻസ്, ദെൻ കെമിക്കൽസ്, ദെൻ അതർ ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയാണ്, ആദ്യത്തെ ടെറാട്ടോജൻസ് ആണ് അയണൈസിങ് റേഡിയേഷൻസ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ 2 കാറ്റഗറീസിൽ ഇൻക്ലൂഡ് ചെയ്യാം: അയണൈസിങ് റേഡിയേഷൻസ് ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻസ്. അതിനകത്ത് തന്നെ ഇൻറ്റൻസിറ്റി കൂടുതലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് അയണൈസിങ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഈ അയണൈസിങ് റേഡിയേഷൻസ് ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേ ഇതുപോലുള്ള റേഡിയേഷൻസിന് സെൽ ഡെത്ത് ഇൻഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ക്രോമസോമൽ അബറേഷൻസും അവ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് അവസാനം ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ് ഉണ്ടാവും. ഫീറ്റസിൽ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സും ഇൻഡ്യൂസ് ചെയ്യും. The severity of the damage depends on the dose absorbed and the stage of development. അപ്പോൾ ഏത് തരത്തിലുള്ള ഡോസാണ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്, എത്രമാത്രം ഡോസേജ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് സ്റ്റേജിലാണ് ഡെവലപ്മെൻറ്റ് ഇരിക്കുന്നത്, ഇതുപോലുള്ള 2 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് അയണൈസിങ് റേഡിയേഷൻ്റെ ടെറാട്ടോജെനിസിറ്റി എന്ന്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ ഇതുപോലുള്ള റേഡിയേഷൻസുമായിട്ടുള്ള എക്സ്പോഷർ വളരെയധികം കുറയ്ക്കണം. ഇല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻസ് പോലെയുള്ള ഇൻറ്റൻസിറ്റി കൂടുതലുള്ള റേഡിയേഷൻസ് ആണ് എക്സ്പോസ്ഡ് ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടെറാട്ടോജീനിക് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ് എംബ്രിയോയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഏകദേശം 10 to 18 വീക്സ് ആണ്, ഡെവലപ്മെൻറ്റൽ പീരീഡിലാണ്. ആ സമയത്ത് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ്, ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകും. ഇനി ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള റേഡിയേഷൻസ് ഉണ്ടല്ലോ, അതായത് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള റേഡിയേഷൻസും ഉപയോഗിക്കുന്നുണ്ട്. ആ റേഡിയേഷൻസ് വളരെ ഡോസേജ് കുറഞ്ഞ റേഡിയേഷൻസ് ആണ്. അവയ്ക്ക് ഒരിക്കലും ടെറാട്ടോജീനിക് എഫക്ട്സ് ഇല്ല. അവരൊരിക്കലും ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ് ഉണ്ടാക്കത്തില്ല. ഇനി അടുത്താണ് ഇൻഫെക്ഷൻസ്. പലതരത്തിലുള്ള ബയോളജിക്കൽ ഏജൻസ്, ഓർഗാനിസംസ് കൊണ്ട്, മൈക്രോബ്സ് കൊണ്ട്, ബാക്ടീരിയ, വൈറസ് പോലെയുള്ള ഓർഗാനിസംസ് കൊണ്ട് ടെറാട്ടോജീനിക് എഫക്ട്സ് ഉണ്ടാകുന്നു. ആദ്യത്തെ കേസാണ് ടോക്സോപ്ലാസ്മോസിസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവൻ കോൾഡ് ടോക്സോപ്ലാസ്മ ഗോണ്ടൈ. ഇപ്പോൾ ഇതൊരു ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് ആണ്. ഡെഫിനറ്റ്ലി അതിന് പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മദർ ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ, പ്രഗ്നൻസി പീരീഡിൽ ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്ത് അത് ഫീറ്റസിൽ എത്തിച്ചേരുന്നു. ഫീറ്റസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സെറിബ്രൽ ദെൻ ഒഫ്താൽമിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകും. സെറിബ്രൽ, അതായത് ഇതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് അബ്നോർമൽ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഐ ഫോർമേഷൻ, ഐ ഓവറോൾ സ്ട്രക്ചർ, ഫങ്ഷനിങ്, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇനി അടുത്താണ് സിഫിലിസ്. സിഫിലിസ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയ കോൾഡ് ട്രിപ്പോണിമ പല്ലിഡം. ഇത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ സെക്ഷുവൽ ഫ്ലൂയിഡ് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനും പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യാൻ സാധിക്കും. അതായത് പ്രഗ്നൻസി പീരീഡിൽ സിഫിലിസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഫീറ്റസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ടെറാട്ടോജെനസിറ്റി എന്ന് പറഞ്ഞാൽ എയർലി ഫീറ്റൽ ലോസ് ആണ്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന കുട്ടിക്ക് ബർത്ത് വെയ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഉള്ളത് കൺജനൈറ്റൽ സിഫിലിസ് ആണ്. ഉണ്ടായി വരുന്ന യങ് വണ്ണിന് തന്നെ സിഫിലിസ് ഉള്ള അവസ്ഥ, കൺജനൈറ്റൽ സിഫിലിസ്. ഇനി അടുത്താണ് ചിക്കൻ പോക്സ്. ഒരു ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസാണ്, കോസ്ഡ് ബൈ വേരിസെല്ല സോസ്റ്റർ വൈറസ്. VZV എന്ന് പറയുന്ന വൈറസ് കൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഡിസീസ് ഉണ്ടാകുന്നത്. അമ്മ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, വേരിസെല്ല സോസ്റ്റർ വൈറസ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഫീറ്റസിൽ വേരിസെല്ല സിൻഡ്രം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യും. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ക്യൂട്ടേനിയസ് സ്കാർസ്, ദെൻ ലിംബ് ഡിഫക്ട്സ്, ഓക്കുലാർ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം അബ്നോർമാലിറ്റീസ്. ഇനി അടുത്താണ് റൂബെല്ല. റൂബെല്ല ഈസ് ആൻ അക്യൂട്ട് കണ്ടേജിയസ് വൈറൽ ഇൻഫെക്ഷൻ. Infection during pregnancy can result in miscarriage, fetal death, infants with congenital malformations called congenital rubella syndrome. അപ്പോൾ ഈ റൂബെല്ല എന്ന് പറയുന്ന വൈറസ് പ്രഗ്നൻസി പീരീഡിൽ മദർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്ത് ഫീറ്റസിലേക്ക് എത്തും. അപ്പോൾ ആ ഫീറ്റസിൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മിസ്കാരിയേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഫീറ്റൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടാകുന്ന കുട്ടിക്ക് കൺജനിറ്റൽ ആയിട്ടുള്ള മാൽഫോർമേഷൻസ്, കളക്റ്റീവ്ലി അതിന് പറയുന്ന പേരാണ് കൺജനിറ്റൽ റൂബെല്ല സിൻഡ്രം, CRS. ഈ CRSൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിൽഡ്രൻ വിത്ത് CRS ക്യാൻ ഹാവ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, ഹിയറിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഐ ആൻഡ് ഹാർട്ട് ഡിഫക്ട്സ്, ദെൻ അതർ ലൈഫ് ലോങ് ഡിസബിലിറ്റീസ് ഇൻക്ലൂഡിങ് ഓട്ടിസം, ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ്. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. റൂബെല്ല വാക്സിൻ എന്ന് പറയുന്ന ലൈവ് അറ്റിനുവേറ്റഡ് വാക്സിൻ ഉണ്ട്. ഒരു സിംഗിൾ ഡോസ് ഏകദേശം 95% ലൈഫ് ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ കൺജനിറ്റൽ റൂബെല്ല സിൻഡ്രം ഡിസീസ്
ഉള്ള ഒരു കുട്ടിയുടെ ഡയഗ്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. മൈക്രോസിഫാലി കാണാൻ സാധിക്കും. മൈക്രോ എൻസിഫലി എന്ന് പറയുന്നത് ആ ഹെഡിൻ്റെ ഓവറോൾ ഡയമെൻഷൻ വളരെ ചെറുതായിട്ട്, നോർമലിൽ നിന്ന് ചെറുതായിട്ട് വരുന്ന അവസ്ഥയാണ്. പിന്നെ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടാവും. പിന്നെ സ്കിന്നിനകത്ത് സ്കാർസും അതുപോലുള്ള ലീഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഐ അബ്നോർമാലിറ്റീസ്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ് MMR വാക്സിൻ, മീസിൽസ്, മംസ്, റുബെല്ല വാക്സിൻ. ഇത് എല്ലാ രാജ്യങ്ങളും കമ്പൽസറി ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നൊരു വാക്സിനാണ്. വാക്സിനേറ്റഡ് അല്ലെങ്കിൽ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആർക്കുമില്ല. ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അടുത്താണ് പാർവോ വൈറസ് B19. ഇപ്പോൾ പാർവോ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു അബ്നോർമൽ കണ്ടീഷനാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. കുട്ടിയിൽ അത് അനീമിയ, ഹാർട്ട് ഇൻഫ്ലമേഷൻ, ദെൻ ഫീറ്റൽ ഹൈഡ്രോപ്സ് ഒക്കെ ഉണ്ടാക്കും. ഫീറ്റൽ ഹൈഡ്രോപ്സ് എന്ന് പറയുന്നത് ഹെവി അക്കൂമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ബോഡിക്കകത്ത് കൂടുതൽ ഫ്ലൂയിഡ് കണ്ടൻറ്റ് വരുന്ന അവസ്ഥയാണ് ഫീറ്റൽ ഹൈഡ്രോപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സൈറ്റോമെഗലോ വൈറസ് CMV. സൈറ്റോമെഗലോ വൈറസ് CMV ഈസ് എ കോമൺ വൈറസ് ദാറ്റ് ക്യാൻ ഇൻഫെക്റ്റ് ഓൾമോസ്റ്റ് എനിവൺ. അപ്പോൾ വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു വൈറസ് ഫോമാണ് CMV. വൺസ് ഇൻഫെക്റ്റഡ്, ബോഡി റീറ്റെയിൻസ് ദ വൈറസ് ഫോർ ലൈഫ് ലോങ്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഇത് ഡോർമെൻ്റ് ആയിട്ട് അയാളുടെ ജീവിതകാലം മുഴുവനും ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. Woman who develops an active CMV infection during pregnancy can pass virus to her baby. ഇതും മറ്റുള്ള എല്ലാ ടെറാട്ടോജൻസിനെ പോലെ തന്നെ പ്ലാസൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ടെറാട്ടോജനാണ്. അതുകൊണ്ട് ഫീറ്റസിലേക്ക് പോകും. ഫീറ്റസിൽ കൺജനൈറ്റൽ CMV എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രീ മച്വർ ബർത്ത്, ഫുൾ ടേം ആവുന്നതിന് മുമ്പ് തന്നെ ബേബി ഡെലിവേർഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിക്ക് ഉറപ്പായിട്ടും ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. ദെൻ യെല്ലോ സ്കിൻ ആൻഡ് ഐസ്, ജോണ്ടിസ് ഉണ്ടാവും. ബിലിറുബിൻ ഇതിൻ്റെയൊക്കെ പിഗ്മെൻസിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ദെൻ എൻലാർജ്ഡ് ആൻഡ് പുവർലി ഫങ്ഷനിങ് ലിവർ, പർപ്പിൾ സ്കിൻ റാഷ്, അബ്നോർമലി സ്മോൾ ഹെഡ്, മൈക്രോഎൻസിഫലി, ദെൻ എൻലാർജ്ഡ് സ്പ്ലീൻ, ന്യൂമോണിയ, ദെൻ സീഷേഴ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇനി അടുത്തതാണ് കെമിക്കൽ ടെറാട്ടോജൻസ്. പലതരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനും ടെറാട്ടോജൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് താലിഡോമൈഡ്. താലിഡോമൈഡ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നോസിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം വൈഡായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതായത് പല ഡ്രഗ്സിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് ഇത് യൂസ് ചെയ്യുമായിരുന്നു നോസിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ എയർലി സിംറ്റംസ് ആണ് പ്രഗ്നൻസി പീരീഡിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ദേ ഫീൽ നോസിയ. അപ്പോൾ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ താലിഡോമൈഡ് നേരത്തെയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത സ്ത്രീകളിൽ ഉണ്ടായ കുട്ടികൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിൻഡ്രോം ഡെവലപ്പ് ചെയ്തു. അതിനെയാണ് താലിഡോമൈഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലിംബ് അബ്നോർമാലിറ്റീസ് ആണ്. അമീലിയ, മീറോമീലിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്. അമീലിയ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ലിംസ് ആണ്. മീറോമീലിയ എന്ന് പറയുന്നത് ഡിസോർഗനൈസ്ഡ് ഓർ നോർമൽ അല്ലാത്ത രീതിയിൽ ഡെവലപ്പ് ചെയ്ത ലിംസ്, അബ്നോർമൽ ആർക്കിടെക്ചർ ഓഫ് ദ ലിംസ്. ദെൻ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇയർ, ദെൻ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. അപ്പോൾ നിങ്ങൾക്ക് അമീലിയയും മീറോമീലിയയും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഒരു കൈ ഇവിടെ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് അമീലിയ, കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ലിംസ്, വൺ ലിംബ് ഓർ ബോത്ത് ലിംസ്. ദെൻ മീറോമീലിയ, ഫോൾട്ടി ഫോർമേഷൻ ഓഫ് ദ ലിംസ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് എങ്ങനെയാണ് ലിംബ് ഫോം ചെയ്യുന്നത് അതുപോലെയല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തതാണ് ആൻറ്റിബയോട്ടിക്സ്. ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പ്രഗ്നൻസി പീരീഡിൽ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഡോക്ടേഴ്സ് ഒന്നും അങ്ങനെ അത് പ്രിസ്ക്രൈബ് ചെയ്യില്ല. അതിനുള്ള കാരണം ടെട്രാസൈക്ലിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സ് ടീത്തിൻ്റെ കളറേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ദെൻ സ്ട്രെപ്റ്റോമൈസിൻ ആണെങ്കിൽ 8th സെറിബ്രൽ നെർവിനെ ഇത് വളരെയധികം
ഡാമേജ് ചെയ്യും, സ്ട്രെപ്റ്റോമൈസിനും അതിൻ്റെ ഡെറിവേറ്റീവ്സും. ഈ സമയത്ത് വളരെ സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിനാണ്. അതൊരു തരത്തിലുള്ള ടെറാട്ടോജീനിക് എഫക്റ്റും ഉണ്ടാക്കത്തില്ല. ഇനി റെറ്റിനോയിക് ആസിഡ് ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവാണ്. ഇത് വളരെ ടെറാട്ടോജീനിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. പല മെഡിസിൻസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അടങ്ങിയിരിക്കുന്ന ഡ്രഗ്സ് ഒരിക്കലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ക്യാരിയിങ്ങിൻ്റെ സമയത്ത് പ്രഗ്നൻസി പീരീഡിൽ ഒരിക്കലും അഡ്മിനിസ്റ്റർ ചെയ്യരുത്. ചെയ്യുവാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രേനിയൽ ഡിസ്മോർഫിസം, അതായത് ആ ക്രേനിയം ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യത്തില്ല. അതിലെല്ലാം മോർഫോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടാവും, മോർഫോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. പിന്നെ ക്ലഫ്റ്റ് പലേറ്റ്, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ്, ഇതെല്ലാം ഫീറ്റസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് അബ്യൂസ്ഡ് ഡ്രഗ്സിൻ്റെ യൂസ്. കൊക്കെയിൻ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിൻ്റെ, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റമൊക്കെ അബ്നോർമലായിട്ട് ഡെവലപ്പ് ചെയ്യും. പിന്നെയുള്ളത് നിക്കോട്ടിൻ. മാൽഫോർമേഷൻസ് ഒന്നും നിക്കോട്ടിൻ്റെ യൂസ് കൊണ്ട്, അതായത് സ്മോക്കിംഗ് കൊണ്ട് അത്ര പ്രോമിനൻ്റ് ആയിട്ട് കാണാറില്ല. പക്ഷേ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിഡക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. IUGR എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നോർമൽ കുട്ടികളെക്കാളിലും ഗ്രോത്ത് റിഡക്ഷൻ ഉള്ള, റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള ഒരു യങ് വൺ ആയിരിക്കും കൂടുതൽ സ്മോക്ക് ചെയ്യുന്ന, നിക്കോട്ടിൻ കൺസ്യൂം ചെയ്യുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ആൽക്കഹോൾ കൺസംപ്ഷനാണ്. ആൽക്കഹോൾ കൺസംപ്ഷൻ വിൽ ലീഡ് ടു പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ ഗ്രോത്ത് ഡെഫിഷ്യൻസി. ദെൻ അതർ ഫാക്ടേഴ്സിൽ നമുക്ക് പറയാനുള്ളത് മറ്റേണൽ ഡയബറ്റീസ് ആണ്. പ്രഗ്നൻസി പീരീഡിൽ ചെക്കപ്സിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചെക്കപ്പാണ് പ്രോസ്പെക്റ്റീവ് മദറിൻ്റെ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് വുമണിൻ്റെ ആ ഡയബറ്റീസ് ചെക്ക്. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഇതുപോലുള്ള കണ്ടീഷൻസ് എല്ലാം ഫീറ്റസിൻ്റെ അബ്നോർമൽ ഡെവലപ്മെൻറ്റിന് കാരണമാകും. വളരെ ടെറാട്ടോജനിക് ആയിട്ടുള്ള എഫക്ട്സ് ആണ് മറ്റേണൽ ഡയബറ്റീസ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് മറ്റേണൽ ഫീനൈൽ കീറ്റോൺ യൂറിയ. മറ്റേണൽ മെറ്റാബോളിക് എററാണ് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത്. ഒരു കൺജനിറ്റൽ ആയിട്ടുള്ള ഇൻബോൺ എറർ ഓഫ് മെറ്റാബോളിസമാണ് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത്. ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ മെറ്റാബോളിസത്തിലുള്ള ഒരു ബ്ലോക്കേജ് ആണ്, അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റിയാണ്. ഫീനൈൽ അലാനിൻ ടൈറോസിനായിട്ടാണ് സാധാരണ രീതിയിൽ മാറേണ്ടത്. അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം പ്രോപ്പറായിട്ട് ജീൻ മ്യൂട്ടേഷൻ നടക്കുന്നത് കൊണ്ട് സിന്തസൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫീനൈൽ അലാനിൻ്റെ എമൗണ്ട് ബോഡിക്കുള്ളിൽ കൂടുന്നു. ഈ ഫീനൈൽ അലാനിൻ വേറെ പലതരത്തിലുള്ള അബ്നോർമൽ സബ്സ്റ്റൻസസ് ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. ഇത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്, ബൈ പ്രോഡക്ട്സ്, അതൊക്കെ പ്ലാസൻ്റൽ ബാരിയർ ക്രോസ് ചെയ്ത് ഫീറ്റസിൽ അബ്നോർമാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് ടെറാട്ടോജൻസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കേസാണ് ദേ ആക്ട് ബൈ ഇൻഡ്യൂസിങ് സെൽ ഡെത്ത്. അതായത് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനെ വളരെ ടെറാട്ടോജനിക് ഏജൻസ് ഓൾട്ടർ ചെയ്യും. സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ അപ്പോട്ടോസിസ് എന്ന് പറയുന്ന പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, ഡെഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യുക, അബ്നോർമൽ ആയിട്ടുള്ള സെൽസ്, ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റിമൂവ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓർഗാനിസത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് നടക്കുന്ന വളരെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡെത്ത് പ്രൊസീജിയറാണ് അപ്പോട്ടോസിസ് എന്ന് പറയുന്നത്. ഈ അപ്പോട്ടോസിസിനെ എല്ലാം ഓൾട്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ടെറാട്ടോജൻസിന് ഉണ്ട്. അപ്പോൾ അതുവഴി അവ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള സെൽ ഡെത്ത് ഉണ്ടാക്കും. ടെറാട്ടോജനിക് ഏജൻസ് ഇൻഡ്യൂസ് സെൽ ഡെത്ത് ബൈ ഓൾട്ടറിങ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്പോട്ടോസിസ്. ഇനി അടുത്താണ് ഇമ്പയർഡ് സെൽ ഫങ്ഷൻസ്. ടെറാട്ടോജനിക് ഏജൻസ് ക്യാൻ ഇൻഹിബിറ്റ് നോർമൽ സെൽ ഫങ്ഷൻസ്. അപ്പോൾ അവയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നോർമൽ സെൽ ഫങ്ഷൻസിനെ ഓൾട്ടർ ചെയ്ത് അവയുടെ പ്രോപ്പർട്ടീസ് എല്ലാം മാറ്റുന്നു. അതിനനുസരിച്ചിട്ട് ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ് ഉണ്ടാകുന്നു. ഇനി അടുത്താണ് ജീനോടോക്സിസിറ്റി. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ടെറാട്ടോജൻസ് പലപ്പോഴും മ്യൂട്ടാജൻസ് ആണ്. അവയ്ക്ക് ക്രോമസോമൽ മ്യൂട്ടേഷൻസും ജീൻ മ്യൂട്ടേഷൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ DNA ഡാമേജ് ചെയ്ത് അവ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു
വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ഈ പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെറാട്ടോജൻസ്, ദെൻ ടെറാട്ടോജൻസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്.